അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്ത് ഫീലുമായി ബന്ധപ്പെട്ട് ജബ്ബാർ പറയുന്ന മറ്റൊരു കാര്യം, ആനയെ അറേബ്യയിൽ കൊണ്ടുവരിക ഇവിടുത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും അനുസരിച്ച് വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന്. എന്ന് പറഞ്ഞാൽ അവിടെ ആനയെ കൊണ്ടുവന്നു, അബ്രഹത്തിൻ്റെ ആളുകൾ ആനയെ കൊണ്ടുവന്നു എന്നുള്ള കാര്യത്തെ നിഷേധിക്കാണ് ഇവിടെ ഈ തൻ്റെ ഖുർആൻ വിവരണത്തിൻ്റെ ഫീലുമായി ബന്ധപ്പെട്ട വിവരണത്തിൻ്റെ ആദ്യത്തിൽ ജബ്ബാർ ചെയ്യുന്നത്. അവസാനത്തുമ്പോഴേക്ക് അദ്ദേഹം മറന്നുകൊണ്ട് പിന്നീട് ആനയെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഒരു കുയ്യാനയുമായി ബന്ധപ്പെട്ട കാര്യം മാനക്കാര്യമായി പെരുപ്പിച്ച് പറയുന്നു എന്നുള്ളതാണ്. ഇവിടെ ജബ്ബാറിൻ്റെ യുക്തിവാദത്തെക്കാളേറെ ഒന്ന് യുക്തിബോധത്തിനും രണ്ടാമത്തത് ചരിത്രത്തിനുമാണ് പ്രാധാന്യം നൽകേണ്ടത്. ഈ കാര്യം ജബ്ബാർ മറക്കുകയോ അല്ലെങ്കിൽ ബോധപൂർവം അത് അവഗണിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ യാദൃച്ഛികം എന്ന് ജബ്ബാറിന് പറയാവുന്ന, എന്നാൽ ഒരു ദൈവവിശ്വാസിയെ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർത്തും അള്ളാഹുവിൻ്റെ ബോധപൂർവമുള്ള ഉദ്ദേശപൂർവമുള്ള ഇടപെടൽ എന്ന് പറയാവുന്ന ഒരു സംഗതിയുണ്ട്. അതെന്താണ്? ഈ സംഭവം നടക്കുന്നത് യമനിലുണ്ടായിരുന്ന എത്യോപ്യയുടെ സാമന്തനായിരുന്ന അബ്രഹത്തിൻ്റെ കയ്യാലാണ്. അയാളാണ് കഅബ പൊളിക്കാൻ വേണ്ടി സൈന്യത്തെയുമായിട്ട് വരുന്നത്. എന്നാൽ ഇത് നടന്ന അതേ വർഷം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും. അപ്പോൾ ഈ രണ്ട് സംഭവവും ഒരേ വർഷം സംഭവിച്ചത്, അതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്താണ്? ഇത് പരിശോധിച്ചാൽ ബോധ്യമാവുന്നൊരു സംഗതി, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബോധ്യമാവുന്നൊരു സംഗതി. ഇത് ജബ്ബാറിനുള്ള മറുപടിയായിട്ട് കാണേണ്ടതില്ല. കാരണം ജബ്ബാറിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അയാൾ ദൈവനിഷേധിയാണ്, യുക്തിവാദിയുമാണ്. യുക്തിബോധമല്ല അയാളെ നയിക്കുന്നത്, അതുപോലെ തന്നെ ചരിത്ര വസ്തുതകളുമല്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ആനക്കലഹം നടന്ന അതേ വർഷമാണ്. എന്താണ് സംഭവം? അബ്രഹത്ത് അറബികളെ യമനിലേക്ക് തിരിക്കാൻ വേണ്ടി തൻ്റെ സ്വാധീനം അറേബ്യയിൽ വർദ്ധിപ്പിക്കാൻ, കാരണം അയാൾ രാജാവാണ്, തൻ്റെ സ്വാധീനം അറേബ്യയിൽ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം കഅബയ്ക്ക് പകരം യമനിൽ ഒരു പ്രത്യേക ആരാധനാലയം തുടങ്ങുന്നത്. അബ്രഹത്ത് ക്രിസ്ത്യാനിയാണ്, അബ്രഹത്തിൻ്റെ ആളുകൾ ക്രൈസ്തവരാണ്. എന്നാൽ യമനിലെ ജനത മുഴുവൻ ക്രിസ്ത്യാനികളല്ല. അറബികൾ ഒരു ഭാഗത്ത്, തെക്ക് ഭാഗത്ത് യമൻ, അത് ചിലപ്പോൾ പേർഷ്യൻ്റെ കീഴിലാവും, ചിലപ്പോൾ റോമിൻ്റെ സാമന്തനായിട്ടുള്ള എത്യോപ്യൻ രാജാവിൻ്റെ തന്നെ കീഴിലായിരിക്കും ചിലപ്പോൾ ഈ യമൻ ഉണ്ടാവുക. ഈ ഘട്ടത്തിൽ യമനുണ്ടായിരുന്നത് എത്യോപ്യൻ രാജാവിൻ്റെ സാമന്തനായിട്ട് ഉള്ള അബ്രഹത്ത് ആണ് ഭരിച്ചിരുന്നത്. അപ്പോൾ യമന് എത്യോപ്യയുടെ കീഴിലാണ്. വടക്ക് ഭാഗത്തെടുത്താൽ ഷാം, അതായത് ഇന്നത്തെ സിറിയ അടക്കമുള്ള പലസ്തീൻ അടക്കമുള്ള ഭാഗങ്ങൾ അന്ന് റോമിൻ്റെ കീഴിലാണ്. ഈ രണ്ട് ഭാഗത്തും ഉള്ളവർ, ഒന്ന് കുറേ ക്രിസ്ത്യാനികൾ വരെ കൂട്ടത്തിലുണ്ട്, അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളല്ലാത്ത അറബികളുമുണ്ട്. അപ്പോൾ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്ത്യാനികളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനമായിട്ടുള്ള ആരാധനാലയം എന്ന് പറയുന്നത് അത് കഅബ തന്നെയാണ്. അപ്പോൾ അബ്രഹത്തിന് തൻ്റെ അധികാരം വ്യാപിപ്പിക്കാൻ മോഹം ഉദിക്കുകയും അദ്ദേഹം അറബികളുടെ ശ്രദ്ധ തന്നിലേക്ക്, യമനിലേക്ക് തിരിക്കാൻ വേണ്ടി അവിടെ ഒരു ആരാധനാലയം പണിയുകയും ചെയ്യുകയാണ്. ഈ ആരാധനാലയത്തെ അദ്ദേഹം കഅബയ്ക്ക് ഉപരിയായിട്ട് കരുതുകയും
അത് ജനങ്ങളിൽ പ്രകടിപ്പിക്കാൻ അദ്ദേഹം ഉദ്യമിക്കുകയും ചെയ്തതെന്ന് മാത്രമല്ല, ഈ ആരാധനാലയത്തിലേക്ക് അറബികളുടെ ശ്രദ്ധ തിരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം കഅബ പൊളിക്കാൻ തീരുമാനിക്കുന്നത്. അല്ലാതെ അദ്ദേഹം ഉണ്ടാക്കിയ ആരാധനാലയം വൃത്തികേടാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചതല്ല കഅബ പൊളിക്കാനുള്ളത്. കഅബ അയാളുണ്ടാക്കിയ ആരാധനാലയം അറബികളിൽ ചിലർ വൃത്തികേടാക്കി എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ്. അതിന് കാരണം എന്താണ്? ഈ ആളുകൾക്ക് കഅബയോടുണ്ടായിരുന്ന ആഭിമുഖ്യവും ഇയാൾ പണിതിട്ടുള്ള ഈ ദേവാലയം എന്ന് പറയുന്ന ഈ ബിൽഡിങ്, ഈ സൗധം, അത് അംഗീകരിക്കാനാവുകയില്ല എന്നുമുള്ള, അതുപോലെ തന്നെ കഅബയോടുള്ള അയാളുടെ വിരോധവുമൊക്കെ വെച്ചിട്ടാണ് അവർ ഈ ആലയത്തെ വൃത്തികേടാക്കുന്നത്. അത് അയാളുടെ ഈ കഅബയെ പൊളിക്കാനുള്ള ശ്രമത്തിന് ഒന്നുകൂടി ശീഘ്രത നൽകി എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ തന്നെ അയാൾ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് കഅബ പൊളിക്കാനുള്ളത്. അപ്പോൾ ഈ കഅബ പൊളിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പടപ്പുറപ്പാട് നടത്തുകയാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ കഅബ പൊളിക്കാൻ അബ്രഹത്തും സൈന്യവും വരുന്നുണ്ട് എന്നുള്ള കാര്യം അറേബ്യയിൽ എല്ലായിടത്തും പ്രചരിച്ചിട്ടുണ്ട്. ഇവിടെ ജബ്ബാർ പറയണ മാതിരി അയാൾ എന്തോ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഉദ്യമിച്ചുകൊണ്ട് വന്നതല്ല, അയാൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കഅബ പൊളിക്കാൻ തന്നെയാണ്. അങ്ങനെയാണ് അയാൾ സൈന്യത്തെയുമായി പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗോത്രം അയാളെ ഉപരോധിക്കുകയും അയാൾക്കെതിരിൽ നീങ്ങുകയും ചെയ്തു. പക്ഷേ ആ ഗോത്രം പരാജയപ്പെട്ടു. പിന്നീട് അതിൻ്റെ തൊട്ടടുത്ത് കുറച്ചുകൂടി മുമ്പോട്ട് പോന്നപ്പോൾ മറ്റൊരു ഗോത്രം, അതിൻ്റെ നായകൻ നുഫൈൽ എന്നുള്ള പേരിലാണ്, നുഫൈൽ എന്ന പേരാണ് അയാൾക്കുണ്ടായത്. നുഫൈലിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അയാളുമായി ഏറ്റുമുട്ടി അവരും പരാജയപ്പെട്ടു. എന്ന് മാത്രമല്ല, ഈ നുഫൈലിനെ അയാൾ തടവുകാരനായി പിടിക്കുകയും മക്കയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനുള്ള വഴികാട്ടിയായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അവർ തായിഫിലെത്തുമ്പോൾ തായിഫിൽ അവർക്ക് അവിടെ ഒരു വിഗ്രഹമുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ ഇയാൾ തിരിയുമോ എന്നുള്ള ഭയത്താൽ തായിഫുകാർ അയാളോട് പറഞ്ഞു, താങ്കൾ ഉദ്ദേശിക്കുന്ന കഅബ ഇതല്ല, ഇത് തായിഫാണ്, മക്കാറിനെ കുറച്ചുകൂടി മുന്നോട്ട് പോയാലേ മക്കയിലെത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അയാൾ തായിഫുകാരുടെ ക്ഷേത്രം ഒഴിവാക്കുകയും അയാൾ മക്കയിലേക്കുള്ള വഴിയിൽ പ്രവേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അയാൾ വഴിയിൽ തമ്പടിച്ചുകൊണ്ട് മക്കയിലേക്ക് ഒരാളെ വിടുകയാണ്. ആരാണ് മക്കയുടെ നായകൻ? യഥാർത്ഥത്തിൽ മക്കയിൽ ഗോത്രങ്ങളാണുള്ളത്, ഗോത്ര ഭരണമാണ്. അവിടെ യഥാർത്ഥത്തിൽ രാജാവോ അതുപോലുള്ള ഭരണ സംവിധാനമൊന്നുമില്ല. അതായത് സംഭവങ്ങൾ വരുമ്പോൾ ഗോത്രം കൂടിയാലോചിച്ച് എന്താണോ തീരുമാനിക്കുന്നത് അതാണ് അവരുടെ നിയമം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഗോത്രനായകൻ ആരാണ്? അദ്ദേഹത്തെ കണ്ട് സംഗതികൾ അറിയിക്കാനും അദ്ദേഹം തങ്ങളോട് എതിരിടാൻ സന്നദ്ധമല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് അവരെ നേരിടേണ്ട കാര്യമില്ല, നമ്മൾക്ക് നേരെ കഅബ പൊളിക്കാൻ പോകാം. മാത്രമല്ല ആ നായകനെ തൻ്റെ അടുത്ത് കൊണ്ടുവരണം. അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അബ്രഹത്ത് ഒരു ദൂതനെ വിടുന്നത്. അങ്ങനെ ഈ ദൂതൻ അബ്ദുൽ മുത്തലിബാണ് അന്ന് ഖുറൈശികളുടെ നായകൻ. കഅബയുടെ സംരക്ഷണം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കാര്യമായിട്ട്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾക്ക് നമ്മുടെ ഒട്ടകത്തെ, അബ്ദുൽ മുത്തലിബിൻ്റെ 200 ഒട്ടകത്തെ അവർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, എനിക്കെൻ്റെ ഒട്ടകത്തെ കിട്ടിയാൽ മതി, ഞങ്ങൾ ഇവരുമായിട്ട് യുദ്ധത്തിനില്ല എന്ന് അദ്ദേഹം ദൂതനെ അറിയിക്കുകയും അങ്ങനെ ആ ദൂതൻ്റെ കൂടെ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനെ സമീപിക്കുകയാണ് ചെയ്യുന്നത്. അബ്രഹത്ത് പക്ഷേ അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോൾ അബ്രഹത്ത് കുറച്ച് മാന്യത പുലർത്തിയിട്ടുള്ളത് ശരിയാണ്. കഅബ പൊളിക്കാനാണ് വന്നിട്ടുള്ളതെങ്കിലും അദ്ദേഹം അബ്ദുൽ മുത്തലിബുമായിട്ടുള്ള സമീപനത്തിന് കുറച്ച് മാന്യത പുലർത്തി. അതെന്തായിരുന്നു? അബ്ദുൽ മുത്തലിബിൻ്റെ ശാരീരിക ഘടനയും അദ്ദേഹത്തിൻ്റെ സംഗതികളൊക്കെ മനസ്സിലാക്കിയ അബ്രഹത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കാർപ്പറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ രണ്ടാളും സംസാരിച്ചു. ഞാനിങ്ങനെ കഅബ പൊളിക്കാൻ വന്നതാണ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് താങ്കളുടെ നേരിടാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ താങ്കളോട് യുദ്ധത്തിനില്ല, അപ്പോൾ എനിക്ക് എൻ്റെ ഒട്ടകത്തെ തിരിച്ചു കിട്ടിയാൽ മതി എന്നാണ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്. അപ്പോൾ അബ്രഹത്ത് സാഗൂതം ആശ്ചര്യപൂർവ്വം ചോദിച്ചു, അതെന്താണ് താങ്കൾ
പിന്നെ എല്ലാമായിട്ടുള്ള ഒരു ഗേഹമാണ് കഅബ. ഈ കഅബ പൊളിക്കാൻ വന്നിട്ട് താങ്കൾ എന്നെ എതിരിടുന്നില്ല എന്നും താങ്കളുടെ ഒട്ടകമാണ് താങ്കൾക്ക് പ്രശ്നം എന്നും പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യത്തിന് അബ്ദുൽ മുത്തലിൻ്റെ മറുപടി എന്തായിരുന്നു? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അന റബ്ബുൽ ലിബിൽ, ഞാൻ ഒട്ടകത്തിൻ്റെ ആളാണ്. വൽ ബൈത്തു ലഹു റബ്ബുൻ വഹുവ യഹ്മീഹി എന്നാണ്. കഅബക്ക് ഒരു റബ്ബുണ്ട്, അവനത് സംരക്ഷിച്ചു കൊള്ളും, അത് എനിക്ക് നോക്കേണ്ടതില്ല എന്നാണ് അബ്ദുൽ മുത്തലിബ് മറുപടി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അബ്ദുൽ മുത്തലിബിന് അബ്രഹത്ത് അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തെ നൽകി. അദ്ദേഹം ഒട്ടകവുമായി തിരിച്ച് മക്കയിൽ വന്നു. മക്കയിൽ വന്നിട്ട് അദ്ദേഹം പിന്നെ ഖുറൈശികളെ വിളിച്ചു കൂട്ടിയിട്ട് നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു. അങ്ങനെ നടന്ന സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് അദ്ദേഹം അവരോട് കഅബയുടെ ചുറ്റുഭാഗത്തിൽ നിന്ന് പിരിഞ്ഞു പോകാനും അങ്ങനെ തൊട്ടടുത്തുള്ള മലമുകളിലേക്ക് കയറി പോകാനും ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. അപ്പോൾ അബ്രഹത്തിന് ഖുറൈശികളിൽ നിന്ന് അല്ലെങ്കിൽ മക്കയിലെ ആളുകളിൽ നിന്ന് യാതൊരു എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ജബ്ബാറിൻ്റെ ചോദ്യം, അബ്രഹത്ത് അങ്ങനെ യുദ്ധം ഇതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, കഅബ പൊളിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അവരൊന്ന് മിരട്ടാനും ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ. പിന്നെ അങ്ങനെയുള്ള അബ്രഹത്ത് പിന്നെ കഅബ പൊളിക്കാനാണ് വന്നിരുന്നതെങ്കിൽ എന്തുകൊണ്ട് അറബികൾ അയാളെ എതിരിട്ടില്ല എന്നാണ്. ഇത് ഒന്ന് പിന്നെ ജബ്ബാറിന് ചരിത്രം അറിയില്ല എന്നതുകൊണ്ടാവാം. രണ്ടാമത്തേത് ചരിത്രം അറിയില്ല എന്ന് പറയാനും പറ്റില്ല, കാരണം ജബ്ബാർ വായിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ജബ്ബാറിന് ചരിത്രം അറിയാം, പക്ഷേ ഈ ചരിത്ര വസ്തുത അംഗീകരിക്കാൻ അയാൾ തയ്യാറല്ല. അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം അബ്രഹത്തിനെ 2 സംഘങ്ങൾ വഴിയിൽ വെച്ച് എതിരിട്ടതിനെ ആൾ പിന്നെ ഉറപ്പിച്ചു വെക്കേണ്ട കാര്യമില്ല. ഈ 2 സംഘങ്ങളും അബ്രഹത്തിനെ ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് എതിരിടുന്നുണ്ട്, പക്ഷേ അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വാർത്തയും മക്കയിലെത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോധ്യമാവും അബ്രഹത്തിനെ അത്രയ്ക്ക് വലിയൊരു പടയുമായിട്ടാണ് വരുന്നത്, എല്ലാവിധ പിന്നെ സജ്ജീകരണങ്ങളും അയാൾക്കുണ്ട്, സൈന്യമുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള സംഘത്തെ തങ്ങൾക്ക് നേരിടാനാവില്ല എന്നുള്ളത് ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ അവിടുന്ന് മാറി താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അല്ലാതെ അവർക്ക് കഅബ സംരക്ഷിക്കണമെന്ന് ആഗ്രഹമില്ലായിട്ടൊന്നുമല്ല. അപ്പോൾ ജബ്ബാറിൻ്റെ ഈ പിന്നെ കുരുട്ടുബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള ഈ സത്യത്തെ മറച്ചു വെക്കുന്ന ഈ സമീപനമാണ് ഇവിടെയും ജബ്ബാർ പിന്നെ ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് വസ്തുത. അവിടെ ചരിത്രത്തെ അയാൾ മറച്ചു വെക്കുന്നു. എന്നിട്ട് അയാളൊരു പിന്നെ പടുചോദ്യം ചോദിച്ചിട്ടാണ്, എന്തുകൊണ്ട് അറബികൾ ഈ ഒരു സംഭവത്തിനെതിരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അബ്രഹത്തിനെതിരിൽ തിരിഞ്ഞില്ല എന്നുള്ളത്. അതിന് ഇതാണ് കാരണം. ഒന്ന്, നേരിട്ട പിന്നെ സംഘങ്ങൾ പരാജയപ്പെട്ടു. രണ്ടാമത്തേത് പിന്നെ മക്കയിലെ ആളുകൾക്ക് ഒരു ഭരണ നേതൃത്വമോ അങ്ങനെയുള്ള രീതിയൊന്നും ഇല്ലായിരുന്നു. അവർക്ക് ഇയാളെ വരേണ്ടതാൻ കഴിയുമായിരുന്നില്ല. അതിന് മാത്രമുള്ള സജ്ജീകരണം അവരുടെ കയ്യിലില്ല, ശക്തിയുമില്ല. അതുകൊണ്ട് അവർ അതിൽ നിന്ന് പിന്നെ ഒഴിവായി നേരിടണ്ടെന്ന് വെച്ചു. കഅബയുടെ കാര്യം അത് അള്ളാഹുവിനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഇതിൽ വസ്തുത. അതുമായി ബന്ധപ്പെട്ട് അബ്ദുൽ മുത്തലിബ് പിന്നീട് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അദ്ദേഹം പിന്നെ ചൊല്ലിയിട്ടുള്ളൊരു കവിത പോലും ഉദ്ധരിച്ചു വന്നിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ ആകാവുന്നതാണ്.